പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ അൽഫോൻസാമ വിശുദ്ധിയിലേക്കുള്ള നമ്മുടെ പ്രയാണത്തിൽ എന്നും ഒരു വഴിവിളക്കാണ്. വിശുദ്ധ അൽഫോൻസാമയുടെ ജീവിതവും സന്ദേശങ്ങളും എളിമയുടെയും സഹനത്തിൻ്റെയും പ്രകാശം പരത്തുന്നവയാണ്. ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസവും സ്നേഹവുമാണ് വിശുദ്ധ അൽഫോൻസാമയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിലും സങ്കടങ്ങളിലും പതറാതെ നിൽക്കാൻ നമ്മെ പഠിപ്പിച്ച വിശുദ്ധ അൽഫോൻസാമയുടെ ദിവ്യവും പ്രചോദനാത്മകവുമായ ചില വാക്കുകളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പങ്കുവെക്കുന്നത്. ജീവിതത്തിൽ സഹനങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ തളർന്നു പോകാതിരിക്കാൻ വിശുദ്ധ അൽഫോൻസാമയുടെ ഈ പൊൻവാക്കുകൾ നമ്മെ ശക്തിപ്പെടുത്തട്ടെ. എല്ലാവർക്കും അനുഗ്രഹീതമായ ഒരു ദിവസം ആശംസിക്കുന്നു. എളിമയാണ് സുഹൃതങ്ങളുടെ രാജ്ഞി. എളിമപ്പെടാൻ ലഭിക്കുന്ന ഏതവസരവും വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. പുഞ്ചിരി ഒരു തിരുവെട്ടമാണ്. കരുണയോടെ ഞാൻ പുഞ്ചിരിക്കും. ദൈവസ്നേഹം ഉണ്ടെങ്കിൽ പരസ്നേഹവുമുണ്ട്, പൂവും പൂമ്പൊടിയും എന്ന പോലെ. എന്തെല്ലാം കഷ്ടപ്പാടുകളുണ്ടായാലും ഞാൻ ഒരിക്കലും ആവലാതി പറയുകയില്ല. കുരിശു തന്നാണ് ഈശോ സ്നേഹിക്കുന്നത്. സ്നേഹിക്കുന്നവർക്കാണ് കൂടുതൽ കുരിശുകളും സങ്കടങ്ങളും അവിടുന്ന് നൽകുക. സഹിക്കുന്നത് എനിക്ക് സന്തോഷമാണ്. സഹിക്കാൻ ലഭിക്കാത്ത ദിവസം ശൂന്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആരും അറിയാതെ നോമ്പ് നോക്കുക, അത് മനസ്സിന് ശക്തി പകരും. ഈശോ എന്ന തിരുനാമം ഉച്ചരിക്കുന്നത് എൻ്റെ നാവിന് ഏറെ മധുരമാണ്. എന്നെ മുഴുവനും സ്നേഹത്തിൻ്റെയും പരിഹാരത്തിൻ്റെയും ഒരു ബലിവസ്തുവായി ഈശോയ്ക്ക് ഞാൻ സമർപ്പിക്കുന്നു. എല്ലാ വേദനകളും ഈശോയുടെ തിരുഹൃദയത്തിൽ അർപ്പിക്കുമ്പോൾ കൈവരുന്ന സന്തോഷം എത്ര വലുതാണ്. ലഭിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതിലാണ് എൻ്റെ സന്തോഷം. സ്നേഹത്തെ പ്രതി ദുരിതങ്ങൾ സഹിക്കുക, അതിൽ സന്തോഷിക്കുകയും ചെയ്യുക. ഇതുമാത്രമേ ഇഹത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ലോക സന്തോഷങ്ങളൊന്നും എനിക്കായിട്ടുള്ളതല്ല എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ഒന്നും ഓർത്ത് നമ്മൾ ദുഃഖിക്കേണ്ടതില്ല. കർത്താവ് എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. എന്നെ മുഴുവനും ഞാൻ കർത്താവിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അവിടുന്ന് ഇഷ്ടം പോലെ ചെയ്തു കൊള്ളട്ടെ. മനസ്സറിവോടെ ഒരു നിസ്സാര പാപം പോലും ചെയ്ത് എൻ്റെ ഈശോയെ വേദനിപ്പിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് എനിക്കിഷ്ടം. എനിക്ക് ഏറ്റവും പ്രിയങ്കരമായ ഭോജനം വിശുദ്ധ കുർബാനയാണ്. കഠിന വേദനകളിലും വലിയ പരീക്ഷണങ്ങളിലും മണവാളനോടുള്ള സ്നേഹബന്ധത്തിൽ എന്നെ ഉറപ്പിച്ചു നിർത്തിയത് കുരിശിൻ ചുവട്ടിലെ സ്ത്രീയാണ്. എനിക്ക് എൻ്റെ ഈശോയെ മാത്രം മതി, മറ്റൊന്നും എനിക്ക് വേണ്ട. പറഞ്ഞറിയിക്കാൻ വയ്യാത്ത മാധുര്യമായ എൻ്റെ ഈശോയെ, ലോക സന്തോഷങ്ങളെല്ലാം എനിക്ക് കൈപ്പായി പകർത്തണമേ എന്നതാണ് എൻ്റെ നിരന്തരമായ പ്രാർത്ഥന. എൻ്റെ കർത്താവ് അറിയാതെ എനിക്കൊന്നും സംഭവിക്കുകയില്ല എന്നെനിക്കുറച്ച വിശ്വാസമുണ്ട്. ആഗ്രഹത്തിന് വിരുദ്ധമായി വരുന്നതെല്ലാം നന്നായി സഹിച്ച് കർത്താവിന് കാഴ്ച കൊടുക്കണം. എൻ്റെ ആത്മനാഥൻ കുരിശിലല്ലേ മരിച്ചത്, എനിക്കും സഹനങ്ങളുടെ കുരിശിൽ മരിക്കണം.